ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. സങ്കീർത്തനം 51:8 ഇപ്രകാരം പറയുന്നത്: സന്തോഷവും ആനന്ദവും എൻ്റെ കൂട്ടുകാരാവണം. അവരായിരിക്കണം എൻ്റെ കൂടെയുള്ളവർ. അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് തിളങ്ങി നിൽക്കും. എന്നെ സന്തോഷഭരിതനാക്കണമേ, അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്നാണ് POC ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത്. ഹീസോപ്പ് കൊണ്ടെന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നും വചനം പറയുന്നു. ഓരോ ദിവസവും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ രാത്രിയിൽ കണ്ട ചില സ്വപ്നങ്ങളുടെ ബാക്കി പത്രം നമ്മളെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും വിവാഹിതരായ സ്ത്രീകൾ പ്രത്യേകിച്ച് പങ്കുവയ്ക്കുന്ന ഒരനുഭവമുണ്ട്. ഭർത്താവിൻ്റെ കൂടെ മറ്റേതെങ്കിലും ഒരു പെണ്ണിനെ സ്വപ്നത്തിൽ കണ്ടാൽ അന്നത്തെ ദിവസം അവർക്ക് അസ്വസ്ഥതയും വേദനയും സംശയവും ഭയവും ഒക്കെ ഉണ്ടാവും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ സംശയത്തോടെ നോക്കുമ്പോൾ ആ സംശയിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടിയിൽ അവളെ തന്നെ ഭയപ്പെടുന്നു. ഭയമാണ് അവളെ മൂടി നിൽക്കുന്നത്. അതേസമയം ഒരു ഭർത്താവ് ഭാര്യയെ സംശയിക്കുകയാണെങ്കിൽ അവളുടെ രഹസ്യം കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടായിരിക്കും ഒരു പുരുഷനെപ്പോഴും. അത് കണ്ടുപിടിച്ചിട്ട് അവളെ ഓടിച്ചു മടക്കി ദൂരേക്ക് എറിയണമെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പുരുഷനുമായോ വേണ്ടാത്ത രീതിയിൽ ബന്ധമുണ്ടെന്നറിയുമ്പോൾ പിന്നെ അവളുടെ തലയിലുള്ള ഏക വികാരം ഭയമായിരിക്കും. തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ തന്നെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ആ ഒരു വലിയ ദുരന്തം അവളിങ്ങനെ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. മനസ്സ് തകർന്ന് ഏതു നേരവും ചിന്തയിൽ മുഴുകും. ഇതാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മെ നയിക്കാൻ പറ്റുന്നത് അവിടുത്തേക്ക് മാത്രമാണ്. നമ്മുടെ സൗഹൃദങ്ങളാകട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, പങ്കാളികളാകട്ടെ, അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലുള്ളത് കൊണ്ട് ട്രാക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. എത്രമാത്രം ട്രാക്ക് ചെയ്താലും ഒരു വ്യക്തിയുടെ മനസ്സിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരാൾക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിലിരുന്ന് ദൈവമേ, തിന്മ കാണാതെ അവരെ കാത്തു സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കാവുകയുള്ളൂ. കുടുംബത്തിലിരിക്കുന്ന ഓരോ അമ്മമാരും ഇപ്രകാരമൊക്കെ തന്നെയാണ്. മക്കളെ ഓർത്ത് ആകുലപ്പെട്ട് ശരീരവും മനസ്സും ക്ഷീണിച്ചു പോകുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. എൻ്റെ കാല് വഴുതുമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കും കർത്താവ് എന്നെ താങ്ങി നിർത്തിയെങ്കിൽ എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മാതാപിതാക്കളെ അവിടുന്ന് തിന്മ കാണാതെ കാത്തു പരിപാലിക്കുകയും വീഴാനായി അവർ തെന്നി നീങ്ങുമ്പോൾ അവിടുത്തെ വലത്തു കരം കൊണ്ട് അവരെ താങ്ങി നിർത്തുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ഈശോയുടെ സ്നേഹം സമാധാനമായും സന്തോഷമായും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുക. കാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ സന്നിധിയിൽ എനിക്കറിയാവുന്ന ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും സമർപ്പിക്കുന്നു.
മാതാപിതാക്കളെയും മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ സൗഹൃദങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ വലതുകരം മാത്രമാണ് ഓരോരുത്തരെയും തിന്മയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. കാരുണ്യവാനെ, അവരോരോരുത്തരും എങ്ങോട്ട് പോകുമ്പോഴും അവിടുന്ന് വഴി തെളിച്ചു കൊടുക്കണമേ. തിന്മ കാണാതെ കാത്തു സൂക്ഷിക്കണമേ. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ അല്പനേരമെങ്കിലും ഇരുന്നു കൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള സ്നേഹത്തെ തിരിച്ചറിയാനും ആരെയും സ്നേഹിച്ചു പറ്റിക്കാൻ ഒരാളെയും അവിടുന്ന് അനുവദിക്കരുതേ. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് അതേ ആയുധം ഉപയോഗിച്ച് മറ്റുള്ളവരെ ചതിക്കാനും മറ്റുള്ളവരെ തകർക്കാനും ഒരാളെ പോലും അനുവദിക്കരുതേ ഈശോയെ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ്. സ്നേഹം കൊണ്ട് അവരെ വിശുദ്ധീകരിക്കണമേ. അവരുടെ സ്നേഹത്തെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കാരുണ്യം സന്തോഷമായും സമാധാനമായും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തട്ടെ. ആമേൻ.